നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്. അതെന്താ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള അടുത്തൊരു വഴി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള അടുത്ത വഴി, റഹിമല്ലാഹു ഇബ്ന അബി റവാഹ, അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്താ മഹാന്റെ പ്രത്യേകത? കാന ഐനമാ അദ്റക്തുഹു സ്വലാത്തു അനാഖാ, എപ്പം ബാങ്ക് കൊടുത്താലും അവിടെ ഒട്ടകത്തിന് മുട്ടുകുത്തിച്ച് നിസ്കരിക്കും. വേറെ വർത്താനൊന്നുമില്ല. അത് കുറച്ച് ചെയ്യട്ടെ, ഈ അജണ്ട കൂടി കഴിയട്ടെ, അതും കൂടി തീരട്ടെ, എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിന് പിരിഞ്ഞാൽ പിന്നെ കയറി വരത്തുണ്ടാവില്ല. അങ്ങനത്തെ ഒരു വർത്താനം ഒരു പറയൂല. എന്തേ? കാന ഐനമാ അദ്റക്തുഹു സ്വലാത്തു അനാഖാ. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹുവിന്റെ പ്രത്യേകത, എപ്പോൾ നിസ്കാരത്തിന്റെ സമയമായോ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കും. വാഹനത്തിന്റെ മേലെ നിന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യുക. അഫ്ളല് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കലാണ്. അതാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത്. ഈ ഹദീസ് ജാമിഉ സഗീർ ഉദ്ധരിച്ചപ്പോൾ ഫൈലുൽ ഖദീർ അതെടുത്ത് വിശദമാക്കി പറയുന്നുണ്ട്. കാന ഐനമാ അദ്റക്തുഹു സ്വലാത്തു അനാഖാ. ആ ക്വാളിറ്റി നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ ഒക്കെ ഒരു സ്വഹാബിക്കും മാത്രം ഖാസായതല്ല, മറിച്ച് അതിന് നമ്മളെ മുത്തഅല്ലിമീങ്ങൾ ഉൻവാനിയായ വസ്ഫുള്ള കാലത്തോളം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഈ വിശേഷണം ആർക്കെല്ലാം ഉണ്ടോ അവർക്കൊക്കെ ഇപ്പോഴും ആ ദുആ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി മദ്ഹ് പാടിയ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്. ജിബ്രീലിന്റെ ശക്തി കൊണ്ട് ഹസ്സാന് നീ നല്ല ശക്തി കൊടുക്കണേ എന്ന്. ഇത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മാത്രമുള്ള ദുആണോ? അല്ല. ആരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായി മദ്ഹ് പാടുന്നുണ്ടോ, പറയുന്നുണ്ടോ, എഴുതുന്നുണ്ടോ, അവർക്കൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ ഉണ്ടാവും. ദലാഇൽ ഖൈറാത്തിന്റെ ഷറഹിൽ യൂസുഫ് നബഹാനി തങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് ഒരു വിശേഷണം പറഞ്ഞ് ദുആർന്നാൽ ആ വിശേഷണം ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ ദുആ ലഭിക്കും എന്നുകൂടിയാണ് നമ്മൾ വായിക്കേണ്ടത്, എന്നുകൂടി നമ്മൾ വായിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്. സ്വഹാബത്തിന്റെ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടുന്ന ആളും കൂടിയാണ്. ബുഖാരിയിൽ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പാടിയത്, അഥവാ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ മദ്ഹ് പാടിയത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു എന്ന് തുടങ്ങുന്ന വരികൾ നമുക്ക് കാണാവുന്നതാണ്. മദ്ഹ് പാടണം, പറയണം, അത് വലിയ ഇബാദത്താണ്. ഹുബ്ബുൻ നബി വാ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കലും അവിടുത്തെ മദ്ഹ് പറയലും പാടലുമെല്ലാം നാളെ ആഖിറത്തിൽ ശഫാഅത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ്. അതും ആത്മാർത്ഥതയോടെ ആയിരിക്കണം. നമുക്ക് പൊതുവിൽ ഇപ്പം അടുത്ത കാലത്ത് വന്ന ഒരു കാര്യമാണ്, സ്വലാത്ത് എങ്ങനെ ഇല്ലാലും കൂലിയുണ്ട്, മദ്ഹ് എങ്ങനെ പാടിയാലും കൂലിയുണ്ട്. ശരിയായിരിക്കും. എന്നാലും കിബർ, റിയാഅ് വല്ലതും നമുക്ക് സുമഅത്ത് വല്ലതും ഉണ്ടായാൽ അതിൻ്റെ കടുത്ത ഹറാമിൻ്റെ കുറ്റമുണ്ട്. കിതാബു ഇബ്രീസ് അബ്ദുൽ അസീസ് ദബ്ബാവ് തങ്ങളുടെ ഗ്രന്ഥം അതിൽ കാണാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഉസ്താദുമാർ, വിവരമുള്ളവർ, നന്നായിട്ട് മദ്ഹ് പാടുന്ന ഒരാളോട് പറയാണ്, നീ മദ്ഹൊക്കെ നിർത്തണം, പിന്നെ എൻ്റെ ആ ബാങ്ക് വിളി ഉണ്ടല്ലോ നല്ല രാഗത്തിൽ അത് നിർത്തിയേക്കുന്നു എന്ന് പറയുമ്പോൾ, മോനെ നീ ഒരിക്കലും ചിന്തിക്കരുത് അതെന്താ ഉസ്താദുമാര് ആലിമീങ്ങള് അമറനി ബി തർക്കി മദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മദ്ഹ് നിർത്താൻ എങ്ങനെ എന്നോട് പറയണത്, അതെന്താ അങ്ങനെ എന്ന് നീ ചിന്തിക്കരുത്. കാരണം ആ ആലിമീങ്ങൾ ദീർഘവീക്ഷണമുള്ളവരാണ്.
നീ അതിൽ പോയി പെട്ടാൽ നിൻ്റെ താലീമൊക്കെ നഷ്ടപ്പെട്ട് അതിൽ കിട്ടുന്ന ബിരിയാണിയുടെയും ചില്ലറയുടെയും രസത്തിൽ നീ അങ്ങ് ജീവിതം തകർത്ത് കളയാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കും ആ ആലിമീങ്ങളത് പറയണത്. നിന്നെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ആ ആലിം, ആ സൂഫിയായ ആ ഉസ്താദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഹവൻ നഫ്സിൽ പണം കിട്ടണം, വ്യൂവേഴ്സ് കൂടണം, സബ്സ്ക്രിപ്ഷൻ കൂടണം, അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് ചിന്തിക്കുമ്പോൾ നീ റസൂലുള്ളാഹിയിൽ നിന്ന് അകലുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളിലേക്ക് അടുപ്പിക്കുക ചെയ്യണത് ഉസ്താദ്. അപ്പൊ നീ വിചാരിക്കുക കൈഫ അമറനി ബിതർക്കി മദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നീ ചിന്തിച്ച് നീ തോൽക്കരുത് മോനെ എന്ന് ഷാറാനി ഇമാമിന്റെ ബഹ്ജത്തുൻ നുഫൂസി വൽ അഹദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഇന്നലെ വിശദമായി പറഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ പാർട്ടിലേക്കൊന്നും പോകാത്തത്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅത്തദിൽ ഒന്നാമത് ഷഹീദായ സ്വഹാബി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, രണ്ടാമത് ഷഹീദാവുന്നത് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത് പതാകവാഹകനായിട്ട് വരുന്നത് സയ്യിദുനാ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന് ഒരു മുറിവേറ്റു, പെട്ടെന്ന് വിരലിനാണ് മുറിവേറ്റത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വേദന. ഇനി എങ്ങനെ ഈ സമരത്തിൽ പങ്കെടുക്കൽ എന്നുള്ളിടത്തോളം അപ്പോഴാണ് മഹാനവറുകൾ പറയണത് സ്വന്തം ശരീരത്തോട്, ഇന്നന്തി ഇല്ലാ ഇസ്ബഉൻദമൈതി. എന്താ അബ്ദുള്ള, ഒരു വിരലിന് മുറിവേറ്റതിനാണോ പിന്നോട്ട് വലിയണത്? ഞാൻ ഇനി ഇല്ല എന്നൊക്കെ പറയണത്? അയ്യേ, ഷഹീദായ സെയ്ദ് ബിൻ സാബിത്ത് തങ്ങളുടെ തല പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. 80-ലധികം മുറിവേറ്റ് ഷഹീദായ രണ്ടാമത്തെ പടയാളിയായ നായകൻ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നോമ്പോടുകൂടി വഫാത്തായ ആളാണ്. എന്നിട്ട് ഒരു മുറിവ് കിട്ടിയതിനാണോ പിൻവലിയുന്നത്? അപ്പം സ്വന്തം ശരീരത്തോട് അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നറിയാം? അബ്ദുല്ലാഹ്, ഈ യുദ്ധത്തിൽ നിന്നും സമരത്തു നിന്നും പിൻവലിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഉള്ളത് ഭാര്യ സുഖിക്കാൻ. ഒരു കാര്യം കേട്ടോ, ഫഹിയ ത്വാലിക, ഞാൻ അവളെ ത്വലാക്കില്ല. പിന്നെ ഉള്ളത് അടിമ സ്ത്രീകൾ, അവരെ ഞാൻ സ്വതന്ത്രരാക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് തോട്ടങ്ങളല്ലേ, അത് ദീനു വേണ്ടി വഖഫും ചെയ്തു. ബേക്കിൽ ബിഗ് സീറോ ആണ് അബ്ദുള്ള. മുമ്പിൽ സ്വർഗമുണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ച് ശത്രുക്കളുണ്ടെന്നേ ഉള്ളൂ. ഏതാന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്തോളിയിരുന്നു. അങ്ങനെയാണ് മുഅത്തദിൽ മഹാനവറുകൾ ഷഹീദാവുന്നത്. കണ്ടോ, അങ്ങനെയാണ് ഷഹീദാവുന്നത്. നമ്മളെ ദീനി പ്രവർത്തനത്തിനൊന്നും കിട്ടൂല, ചെറിയൊരു തടസ്സം വന്നാൽ തന്നെ കിട്ടൂല. ഇപ്പം സംഘടനയിലൊന്നുമില്ലേ? ഇല്ല. അത് പണ്ടൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു, ഇപ്പം നിർത്തിയിരുന്നു. ഇതെന്താ ബിസിനസ്സോ നിർത്താൻ? അതാണോ പരിപാടി? അങ്ങനെ നിർത്തുന്നുണ്ടെങ്കിൽ ആദ്യം നിർത്തേണ്ടത് സുൽത്താനുൽ മുസ്താദല്ലേ. ഇപ്പം എവിടെ ഉസ്താദ് ഉള്ളത് നിങ്ങൾക്കറിയോ? അറിയോ? ആ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, കാന ഐനമാ അദ്റക്തുഹു സ്വലാത്തു അനാഖാ. എപ്പം ബാങ്കിന്റെ സമയമായോ അവിടെ ഒട്ടകത്തിന് മുട്ടുവെച്ച് വേറെ വർത്താനൊന്നുമില്ല. അത് നമുക്കുണ്ടാവേണ്ട ഒരു ഗുണമാണ്. അവ്വലു വക്തിൽ നിസ്കരിക്കണം നമ്മളെല്ലാവരും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരാളോട് കുറച്ച് വെള്ളം വേണമല്ലോ മോനെ എന്ന് പറഞ്ഞു വെള്ളം ഇങ്ങനെ കൊടുത്ത്, അപ്പോഴാണ് ബാങ്ക് കേൾക്കണം. മഹാൻ പറഞ്ഞു, അള്ളാൻ്റെ വിളി വന്നല്ലോ, അവിടെ വെച്ചേക്ക്, വെള്ളം പിന്നെ കുടിക്കാം. വെള്ളം കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പം 20 മിനിറ്റ് കാത്തിക്കുന്ന ജമാഅത്ത് മിസ്സാവില്ല എന്ന് നമുക്ക് ഓർക്കല്ലോ, ഉറപ്പന്നല്ലേ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ളടത്തോളം. ഒരു മഹാൻ ഇങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 അടിയും കൂടി അടിച്ചാൽ അത് പൂർത്തിയാവും. അങ്ങനെ ഇങ്ങനെ ഹാമർ ഉയർത്തിയപ്പോഴാണ് ബാങ്കല്ലേ കേൾക്കുന്നതല്ലേ, അവിടെ വെച്ചു സ്കരിക്കാൻ പോകണം. അൽ ഫവായിദുൽ മുഖ്താറിലൊക്കെ കാണാം. വേറൊരു മഹാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കണം, തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാങ്കല്ലേ അവിടെ വെക്കുന്നു പോകുന്നു. ആ ബാങ്ക് നമുക്കൊരു ബ്രേക്കായി മാറണം. റഹിമല്ലാഹു ഇബ്ന അബി റവാഹ എന്ന് പറയുന്നതിൽ നമ്മളൊക്കെ ഉൾപ്പെടണം. ബാങ്ക് കൊടുത്ത് അതിൻ്റെ അപ്പറുമില്ല ഇപ്പറുമില്ല, അവിടെ എല്ലാം നിർത്തി വെക്കണം.
അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മളൊക്കെ വരണം. എത്ര തിരക്കാണെങ്കിലും, ഏത് കല്യാണ തിരക്കാണെങ്കിലും, എത്ര നമുക്ക് അടുക്കളപ്പണിയുണ്ടെങ്കിലും, ഉമ്മമാരെ ബാങ്ക് കൊടുക്കലോടുകൂടി നമ്മൾ അവിടെ എല്ലാം സ്റ്റോപ്പ്.